വീണ്ടും വാർത്തയിലേക്ക്. കോൺഗ്രസ് കയ്പമംഗലം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് CJ ജോഷി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, KV അബ്ദുൽ മജീദ്, KB അനിൽകുമാർ, TS മുഹമ്മദ്, PK സുകന്യ, മണി ഉല്ലാസ്, CJ പോൾസൺ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയ വിജയമായി കാശ്മീരിന്റെ മണ്ണിൽ അവസാനിക്കുമ്പോൾ ഇന്നത്തെ ദിവസം, ഗാന്ധി കൊല്ലപ്പെട്ട ദിവസം, ഈ രാജ്യത്ത് അപമാനത്തിന്റെ നെറുകയിലേക്ക് നമ്മൾ കൂപ്പുകുത്തിയ ദിവസം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അഹിംസയുടെ സിദ്ധാന്തത്തിന്റെയും പ്രചാരത്തിന്റെയും നായകനായിരുന്ന പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയെ ഹിന്ദുത്വ ശക്തികൾ, മതഭീകരന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, തീവ്രവാദ ശക്തികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന RSSന്റെ നേതാക്കന്മാരായ നാഥുറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്തെയും വിനോദ് കാർക്കറയുടെയും നേതൃത്വത്തിൽ കൊന്നുകളഞ്ഞ ദിവസമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് 2023 ജനുവരി മാസം 30-ാം തീയതി എത്തി നിൽക്കുമ്പോൾ 75 വർഷങ്ങൾ തികയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകര ആക്രമണം എന്ന് പറയുന്നത് ഗാന്ധിയെ കൊന്നതാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ അടുക്കള മുറ്റത്തെ മുട്ടക്കോഴി പദ്ധതി പ്രകാരം വനിതകൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. 2 ഘട്ടങ്ങളിലായി 310 പേർക്കാണ് 5 കോഴികളെ വീതം വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. PK സുകന്യ, മണി ഉല്ലാസ്, ജിനൂബ് അബ്ദുറഹ്മാൻ, അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 3,10,000 രൂപ ചിലവിട്ട് 7 പേർക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, PA ഷാജഹാൻ, മണി ഉല്ലാസ്, സിബിൻ അമ്പാടി, മിനി അരയങ്ങാട്ടിൽ, ഫിഷറീസ് ഓഫീസർ ഫാത്തിമ, അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ്, ഹെഡ് ക്ലർക്ക് രാജേഷ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ആലുവ തെരുവ് ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒത്തുകൂടാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് പാട്ടിനുണ്ട്, സാഹിത്യത്തിനുണ്ട്. അത് നല്ലവണ്ണം നിർവഹിക്കാൻ ഈ ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ സാധിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണ്. നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടെ ഒത്തുചേരാൻ പറ്റുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഒരു കൂട്ടായ്മയുടെ നാട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. നാട്ടിലെ എല്ലാത്തരം വ്യത്യസ്തതകളെയും നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഐക്യപ്പെട്ട പല കാര്യങ്ങളും നമുക്കുണ്ടാകണം അല്ലെ. നമുക്ക് അങ്ങനെ ഐക്യപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു കാര്യമായി നമ്മുടെ കുടുംബത്തിന്റെ പല കുടുംബത്തിന്റെ പേര് പറയുന്ന പോലെ നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ ഒന്നാമത് വയ്ക്കാൻ പറ്റുന്ന പേരെന്താവണം? ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ. ആ കുടുംബത്തിലെ അംഗമാണ് ഞാനെന്ന് പറയാവുന്ന രീതിയിലൊരു ആയിരിക്കണം നമ്മുടെ എല്ലാവരും നിൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ഈ പ്രദേശത്തിന്റെ നിങ്ങളുടെ മെമ്പറായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ഉള്ള, അതിന് നമ്മൾ ചെറിയ ഭാഷയിൽ പറയാം, രാസത്വരകമായി പ്രവർത്തിക്കാന്ന് പറയും. ഇങ്ങനെ വേഗത്തിൽ ഉണർന്ന് കാര്യങ്ങളെ ഭംഗിയാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഘമായി ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ മാറട്ടെ എന്നാണ് എനിക്ക്. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈജ ഷാനവാസ്, അസോസിയേഷൻ സെക്രട്ടറി AK ഷാനവാസ്, പ്രസിഡന്റ് ബാലകൃഷ്ണൻ തേവർക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് AR പ്രേംലാൽ, ബഷീർ അന്താറത്തറ തുടങ്ങിയവർ സംസാരിച്ചു. 70 വയസ്സ് പിന്നിട്ട മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ചടങ്ങിൽ ആദരവ് നൽകി. തുടർന്ന് വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു.
എല്ലാവരും നല്ലൊരു കയ്യടി. പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിക്കണമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നേരത്തെ പങ്കാളിത്ത പെൻഷൻ സംവിധാനം നടപ്പിലാക്കിയ പല സംസ്ഥാനങ്ങളും കാര്യക്ഷമമല്ലെന്ന് മനസ്സിലാക്കി അത് പിൻവലിച്ചു. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരോട് നീതി കാണിക്കുന്നില്ലെന്നും SCU ജില്ലാ സമ്മേളനം വിലയിരുത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ഹംസ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അബ്ദുള്ള ബാബു അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സിദ്ദിഖ് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് CK അഷ്റഫ് അലി, KHSTU ജില്ലാ പ്രസിഡന്റ് സജിത, KATF ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ, സുഹാസ്, ജലീൽ എന്നിവർ സംസാരിച്ചു. പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി മുഹമ്മദ് ഷൌക്കത്ത് അലിയെ പ്രസിഡന്റായും നൌഷാദ് അലിക്കുളത്തെ ജനറൽ സെക്രട്ടറിയായും മുഹമ്മദ് അസ്ലമിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. കയ്പമംഗലം കാളമുറി ഇവോൾവ് ഡാൻസ് ആൻഡ് ആർട്സിന്റെ 3ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മംഗലം പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ ശ്യാം ധർമ്മൻ മുഖ്യാതിഥിയായി. തുടർന്ന് വിവിധ കലാപരിപാടി ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. പോളണ്ടിൽ കൊല്ലപ്പെട്ട ഉല്ലൂർ സ്വദേശി സൂരജിന്റെ കൊലപാതകികൾ കസ്റ്റഡിയിലായെന്ന് അനൌദ്യോഗിക വിവരം ലഭിച്ചതായി മന്ത്രി K. രാജൻ. ജർമ്മനിയിൽ നഴ്സിംഗ് പഠനത്തിന് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ മുഖ്യപ്രതി പിടിയിൽ. ഗുരുവായൂരിൽ 1.25 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.